9 വർഷം MLA ആയിരുന്ന PV അൻവർ UDF-ഉമായി സഹകരിക്കുമെന്നാണ് പൊതുവെ കരുതിയിരുന്നത്. ഇപ്പോൾ അൻവർ എതിർ സ്ഥാനാർത്ഥിയായി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തെ വോട്ടുകളും മുൻ MLA എന്ന നിലയിൽ അൻവറിലേക്ക് പോകാൻ ഏതെങ്കിലും തരത്തിലൊരു സാധ്യതയുണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം, നിലമ്പൂരിലെ ഇടതുപക്ഷം, അതിന് നേതൃത്വം കൊടുക്കുന്ന CPI-യും അതിനൊക്കെ ഒരു മഹത്തായ പാരമ്പര്യവും ചരിത്രവുമുണ്ട്. അത്തരം ഒരു ആശങ്കയും ഞങ്ങൾക്കില്ലാത്തത് ആ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ്. ഇവിടെ ചരിത്രത്തിലെ പല സന്ദർഭങ്ങളെയും നേരിട്ട് കടന്നു വന്ന ഒരു അനുഭവമാണുള്ളത്. നിങ്ങളീ പറഞ്ഞ സ്ഥാനാർത്ഥി LDF തീരുമാനിക്കുമ്പോൾ ഇവിടെ കുറച്ച് വിയോജിപ്പുകളുണ്ടായിരുന്നു പാർട്ടിക്കാർക്കിടയിൽ, പാർട്ടി പ്രവർത്തകർക്കിടയിൽ. അവരത് പരസ്യമായി പ്രകടിപ്പിച്ചു, വലിയ പ്രകടനമൊക്കെ നടന്നൂടെ. പക്ഷെ പാർട്ടി ആ തീരുമാനം അങ്ങ് പ്രഖ്യാപിച്ച് നടപ്പാക്കിയപ്പോൾ ആ പ്രകടനം നടത്തിയവർ തന്നെ അത് ഏറ്റെടുത്തു. അത് വിജയിപ്പിക്കാൻ വാശിയോടെ പ്രവർത്തിച്ചു. ഒറ്റക്കെട്ടായി നിന്ന് അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ചെയ്തു. ആ ഒരു കെട്ടുറപ്പ് ഇവിടെയുണ്ട്. അല്പം വികാരപ്രകടനമൊക്കെ നടത്തിയാൽ പോലും ആ തീരുമാനം അവർ ഏറ്റെടുത്തു. ഇപ്പോഴാവട്ടെ മറ്റത്തരം വിയോജിപ്പുകളുടെ കണിക പോലും ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ കാണാനില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ആ കെട്ടുറപ്പാർന്ന ഒരു ജനസഞ്ചയമാണ്. അതിൽ നിന്നും ഒരൊറ്റ വോട്ട് പോലും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകുമെന്ന ആശങ്ക ഒരു ഇടതുപക്ഷ അനുഭാവിക്കുമില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ വലതുപക്ഷ പ്രവർത്തകർക്കും ഇല്ല. അതാണ് സത്യം.